ആചാരമോന് ബേജാറിൽ ഉറങ്ങിയിട്ടുണ്ട്, സുബഹിക്കണിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഹദ്ദാദില്ല, ദിക്റില്ല, സ്വലാത്തില്ല. നിസ്കരിച്ചെങ്ങന്റെ ഇല്ലെങ്ങന്റെ, പോയെങ്ങന്റെ പോയില്ലെങ്ങന്റെ, വന്നെങ്ങന്റെ വന്നില്ലെങ്ങന്റെ. അതാണ് വഅദിന്റെ സദസ്സിൽ ബാല്യക്കാറില്ല. ദിക്റിന്റെ സ്വലാത്തിന്റെ വൃദ്ധായുടെ മജ്ലിസുകളിൽ ബാല്യക്കാർ ചെറുപ്പക്കാരെ കാണാനില്ല. ബാലക്കാർ മക്ക ഇതെവിടെയുമില്ല. കളിയുടെ വേദിയില്, യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, ഓൺലൈന് ഗെയിമില്, ബെറ്റിങ്ങില്, കള്ള ഹറാമായ ചില ട്രേഡിങ്ങുകളില് സുസൈഡ് ചെയ്യാൻ അവസരങ്ങൾ ഒരുക്കി വരുന്ന എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, തടിയെ നശിപ്പിക്കാൻ പാടുള്ളതല്ല. ആത്മഹത്യ ചെയ്യാൻ, സുസൈഡ് ചെയ്യാൻ ഈ സമുദായത്തിലെ യുവതികളിലും യുവാക്കളിലും പണ്ട് കേട്ടിട്ടുണ്ടായിട്ടില്ല. പണ്ട് ഈ സമുദായത്തിൽ ആരും ആത്മഹത്യ ചെയ്യാറുണ്ടായിരുന്നില്ല. സുസൈഡ് അങ്ങനെ ഒരു തിങ്കേ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ലവ് ഫെയിലായി പോയാൽ, അതല്ല കഞ്ചാവിന്റെ പേരിൽ, അതല്ല റൗഡിസത്തിന്റെ പേരിൽ, അതല്ല മറ്റുള്ള ചില ഓൺലൈൻ ഗെയിമിലൂടെ, അതല്ല ഇന്നല്ലെങ്കിൽ നാളെ പണക്കാരനാകണം, പെട്ടെന്ന് പൈസക്കാരാവണം, അതിനു വേണ്ടി പോയി കടമായി നാടുവിടേണ്ട പരിസ്ഥിതി, അവസാനം സുസൈഡിൽ അവസാനിപ്പിക്കുന്ന ജീവിതമാണ്. MBBS പഠിച്ചു പാസ്സായ ഈ സമുദായത്തിലെ പൊന്നുമോള് 5 കൊല്ലത്തെ ലവ് പ്രണയം അവസാനം മങ്ങിലാവുകൂ. ആ ഡോക്ടറായോണ്ട് ഡിമാൻഡ് വെച്ച 1 കോടി ഉറുപ്പിടെ ആസ്തിക ഡിമാൻഡ് വെച്ചപ്പ ഈ പഠിച്ചിട്ട് ഡോക്ടറായ ഈ സമുദായത്തെ പെണ്ണ് ആത്മഹത്യയാക്കിയാൽ. പഠിപ്പുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, തിരിച്ചറിവില്ല. അറിവുണ്ട്, തിരിച്ചറിവില്ല. ഈ 5 കൊല്ലത്തെ പ്രണയത്തിന്റെ റിസൾട്ട് എന്നാണോ ആ പെണ്ണ്, ആ കുടുംബത്തിന്റെ ആശ, ആ നാട്ടുകാരുടെ സന്തോഷം, സുസൈഡിലൂടെ ജീവനൊടുക്കിയിട്ട്, ആത്മഹത്യയിലൂടെ ജീവനൊടുക്കിയിട്ട് ആ കുടുംബത്തിന്റെ ഇസ്സത്ത് അവൾ കെടുത്തിയില്ലേ? പൊന്നു ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, ഉമ്മാക്കും ഉപ്പാക്കും ശാപമാകരുത്. ഉമ്മയും ഉപ്പയും മക്കളെ നല്ലവണ്ണം നല്ലോണം ജാഗ്രതയോടെ സ്നേഹത്തോടെ മക്കളെ വളർത്തണം. ബാബാ ഫരീദുദ്ദീൻ മസൂദ് വജൂദ് ഹനി കഞ്ചുശക്കർ മഹാനവരുകളുടെ ഉമ്മ, ഫരീദ ഔലിയ എന്ന് വിളിക്കാറുള്ള മഹാന്റെ ഉമ്മ, ആ ഉമ്മാക്കൊരേ ഒരു മകനാണ്. ആ മകനെ ഉമ്മ സുബഹി ബാങ്കായ ഉടനെ ഉമ്മ ഔത്തുൽ നിസ്കരിച്ചിട്ട് ഈ കിടാവുരെ വിളിച്ചോണ്ടോ പള്ളിര മുട്ട ഇമാം ജമാഅത്ത് വിളിച്ച വന്നിട്ട് ഒരു മർത്താർക്കിൽ സൈഡിൽ മോണ് നിസ്കരിച്ച് ബറോടത്തോല കാത്തു തെച്ചിട്ട് ഈ ഉമ്മ ചെറിയ മോന്റെ ബൽത്തിയിട്ട് ആ ഉമ്മക്ക് ഒരേ ഒരു ആസ, നന്റെ മോണ് ആലിമാവണു, നന്റെ മോണ് ദീന് പഠിക്കണു, നന്റെ മോണ് ഉപകാരപ്പെട്ട പോലത്തെ ദ്വാരക്കിടൊരു മോണാവണു. ആ മോന്റെ ബൽത്തിയ ഉമ്മ അവസാനം ബാബാ ഫരീദ് തങ്ങള് വലിയ മഹാനായി, ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച മഹാനായി. ആ ഉമ്മയുടെ ത്യാഗമാണ്. അതുകൊണ്ട് ഉമ്മ ഉപ്പ രണ്ടാളും മക്കളെ നല്ല വഴിയിൽ കൊണ്ടുപോകണം. മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആലോചിക്കണം. പൊന്നുമക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്തിട്ട് വിട്ട് അവർ എവിടെല്ലോ പോയി ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയാ ഷഹീദിന്റെ കൂലി കിട്ടൂല. അവരുടെ ഏജ് നോക്കണം. അവിടത്തെ നമ്മുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ നമ്മുടെ മക്കൾ, അല്ലേ, മുട്ടെടുത്ത പറകൂ, പാലെടുത്ത പറകൂ, ചെറിയ മക്കളെ കയ്യിൽ സ്കൂട്ടി കൊടുത്തു വിട്ടെങ്കിൽ നന്റെ മോള് പോയി വേണ്ടാൽ കോളേജ് കത്തിലേ പോണ്ടേ. എവിടെയെങ്കിലും അപകടത്തിൽ മരിച്ചു പോയാൽ, ഈ മക്കൾ അപകടത്തിൽ മരിച്ചു പോയാ ഉമ്മക്കും ബാപ്പാക്കും അതിന്റെ ശിക്ഷയുണ്ട്. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. മക്കളെ നല്ലോണം ജാഗ്രതയോടെ വളർത്തണം. നാളെ നിന്റെ മക്കളെ പറ്റിയിട്ട് അല്ലാഹു തആല മഹ്ശറിൽ ചോദിക്കും. നിന്റെ മക്കള് ചെയ്ത എല്ലാ നന്മകൾക്കും നിനക്ക് കൂലിയുണ്ട്. നിന്റെ മക്കള് തിന്മ ചെയ്തു, ബെടക്ക് ചെയ്തു, ഹറാം ചെയ്തു, വേണ്ടാത്തരം ചെയ്തു, ഇത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഞാൻ നല്ലവനാണ്, ഞാൻ ആചാറാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വടകര മമ്മദാജ് പാപ്പാട് ഒരാൾ പോയിട്ട് പറഞ്ഞു, വടകര മമ്മദാജ് പാപ്പ വലിയാണ്, മഹാനാണ്. ഓ മഹാനെ, എനിക്ക് മക്കളില്ല, ദ്വാരക്കണം. അദ്ദേഹം പറഞ്ഞു,
നിന്റെ നാട്ടിൽ ഹജ്ജിന് പോകുന്നവരോട് നീ ദ്വാരപ്പിക്കണം. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം നാട്ടിലേക്ക് വന്നു. ഔത്തുക വന്നിട്ട് ആ വർഷം ഹജ്ജിക്ക് പോണ്ടേ, ഹജ്ജിക്ക് ഭർത്തായ ആളിട്ട് പോയിട്ട് ഹാജാർ നിങ്ങൾ ഹജ്ജികളിൽ പോയിട്ട് കഅബത്തവിടെ നക്കും നല്ല മക്കാവ് വേണായിട്ട് നിങ്ങൾ ദ്വാരക്കണു, മക്കാവ് വേണായിട്ട് ദ്വാരക്കണു. അപ്പ ഹജ്ജിക്ക് ഭർത്തായ മനുഷ്യ ഇതാ നാ ഒരു ബിസിയെ ചൊന്നോണ്ടുള്ളേ നക്കങ്ങാനും ഇസ്ലാം ദീനില് മക്കളെ കൊല്ലുടെ പോലത്തെ ഒരു പരിസ്ഥിതി നിരങ്ക് അങ്ങനെ നാ മനസ്സിൽ വിചാരിച്ചു പോയെ. മക്ക വേണ്ട, നിന്റെ മക്കളെ കൊണ്ടു നാ സ്വത്തുര നക്ക് നിന്റെ മക്കളെ കൊണ്ട് ഇസ്സത്ത് പോയിര് മക്കാവ വേണായിട്ട് നാനാറുകൊന്തു ആറക്കില്ല. അങ്ങനെ ചൊന്നപ്പോ ഈ മനസ്സ് കിണ്ടുകും മക്കായിട്ടില്ല. പക്ഷെ ആ മനസ്സിലെ മനസ്സിലൊരു ബേജാറിന്ത്, മക്ക ഇല്ലല്ലേ ഒരു ബേജാറ്. അയാള് ചൊല്ല സുറുവാക്കിട്ട് ആ ഹജ്ജ് പോണ്ടെ മനസ്സ എപ്പ നണ്ടൊട്ടുക്ക് ചൊന്നുറ നന്റെ മക്കളെ കൊണ്ട് നാ സ്വത്ത് പോയിര നക്ക് മക്ക വേണ്ടാണ്ട് വിചാരിച്ചിര കൊല്ലുവാണ്ട് വിചാരിച്ച് ഇതെല്ലാം കേൾക്കുമ്പത്തുക ഈ മനസ്സ് ചൊല്ലറു നക്കയിൽ പിന്നെ മക്ക വേണോണ്ടൊരാശ വന്നിട്ടില്ല. ഇതുപോലെ ഉള്ള മക്കൾ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. ആൺമക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, പെൺമക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്കൊക്കെ ഒരു വേർതിരിവുണ്ട്, ആണ് പെണ്ണ് അല്ലേ. ഇന്ന മക്കൾ ഇതില് ഞങ്ങൾക്കൊരു യാറ കൊറോടി കബാബുറെ പീസ് വെല്ലത് മോണുകു അല്ലേ, മോളുകു ചെറിയത്. പെൺമക്കളിട്ടുകു ക്ലാസ് എടുക്കുമ്പോ എപ്പ കേട്ടെങ്കും ഉമ്മ കാറൊട്ട പിർസാണ്ട് കേട്ടെങ്ക് മൂത്തോണ്ടട്ടെ എല്ലാം ഉണ്ടട്ടെ ആൺമക്കളിട്ടുകെ പിർസാൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല. ഉമ്മാക്കും ഉപ്പാക്കും എപ്പോഴും പിർസ പെൺമക്കളോട് തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ മങ്ങിലാവണം. മങ്ങിലായാൽ പിന്നെ അത് കറക്റ്റ് അറിയുന്നത് എങ്ങനെ, പെൺമക്കളോടാ പിരുസ ആൺമക്കളോടാ പിരുസാൻ. ഏതുമാകട്ടെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മക്കൾക്ക് തോന്നണം ഉമ്മക്ക് നണ്ടിട്ടുക പിറുസമുണ്ടു, അബ്ബക്ക് നണ്ടിട്ടുക പിറുസമുണ്ടു. 7th പഠിക്കുന്ന മക്ക ഇന്ന് കഞ്ചാവിന്റെ പിന്നിലാണ്. എത്ര വയസ്സാണ്? 16 വയസ്സുള്ളൊരു മോള് വയറുവേദന കൊണ്ട് മാംഗ്ലൂരിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് 16 വർഷത്തെ പെണ്ണ്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞത് അവളുടെ ഭയത്തിൽ ലഹരിയുണ്ടു അല്ലേ. ഇന്ന് ഗാഞ്ചയും മറ്റുള്ള ഒരുപാട് ലഹരികൾ, പേരൊന്നും പറയുന്നില്ല, കൂലിയുള്ള വിഷയമല്ലല്ലോ. ആൺമക്കളും പെൺമക്കളും വഴിതെറ്റിയിട്ട് ഇന്ന് ലഹരി വസ്തു ഉപയോഗിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് മക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറയിലെത്തുമ്പോ റബ്ബനാ അല്ലാഹുരൊട്ട് വിളിച്ചിട്ട് മക്ക സാപ്പ വയ്ക്കൊരു ടൈമുണ്ടോ, അല്ലാ അല്ലാ നാണിങ്ങനാവുക കാരണം നന്റെ ഉമ്മ, നാണിങ്ങനാവുക കാരണം നന്റെ അബ്ബാ എന്നെങ്ങാനും മക്കൾ പറഞ്ഞു പോയാൽ, ഈ മക്കളെ കൊണ്ടിട്ട് ഉമ്മയും ഉപ്പയും നരകത്തിൽ പോകുന്നൊരവസ്ഥ വന്നാൽ മഅദല്ലാഹ് നഊദു ബില്ലാഹ്, അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളോട് നല്ല പിരിസമുണ്ടാകണം അല്ലേ. ആൺമക്കൾക്കല്ല വേഗം മങ്ങിലാക്കി കൊടുക്കണം. ആൺമക്കൾക്ക് വേഗം മങ്ങിലാവണം. ഒരു 25 വയസ്സാകുമ്പോഴെങ്കിലും നമ്മുടെ ആൺമക്കളുടെ മംഗലം കഴിയണം. ഇപ്പൊ ഉമ്മക്ക് അബ്ബകല്ല ബേജാറ് യാറെ പെൺമക്കളെ വിഷയത്തില്. ഓളുക്ക് എന്താക്കടി, ഓളുക്ക് ഒരു മങ്ങിലാക്കണ്ടേ. മോണുണ്ട്, മോന്റെ വിഷയമുണ്ട, മോന്റെ വിഷയമേ ഇല്ല. എവിടെ പോയെങ്കും പാലക്കാർ വാതല്ലാക്കിയ പിന്നെ ഉസ്താദ് ആവട്ട് നിങ്ങൾ ഞങ്ങളെ ഓർമ്മയാക്കിയാറല്ലേ, ഉമ്മക്ക് ഓർമ്മയില്ല അബ്ബക്ക് ഓർമ്മയില്ല ഇത്ര ബൽനിറാണ്ട് അങ്ങ് വിഷയമേ കൊന്നില്ല. പിന്നെ കേട്ടെങ്കിൽ ഇല്ലമ്മ ഉണക്ക് ബേസായിട്ടില്ല, ബൽനര മാത്രാന്ന് തെങ്ക് ബൽന പോലെ ബൽനര മാത്രം ഉണക്ക് ബേസായിട്ടില്ലാണ് ഹൈക്കുന്ന അവർ വാതിൽ ചൊന്ന് ബേസായിൽ പിന്നെ ബേസായിൽ പിന്നെ മങ്ങിലാക്കറല്ല, പിന്നെ മറിച്ചിട്ട് കബറിൽ കൊണ്ടേ കിടത്തര, പിന്നെ മങ്ങിലാക്കുകയില്ല. അപ്പൊ പെൺമക്കളെ കൊടുക്കുമ്പോഴത്തേക്കും ചെറുക്ക ഏജ് എത്ര, ഏജ് 15 ഏജ് തെല്ലേ 6 ആവാണ്ട് ഓല മൂത്തോണ്ടുണ്ട്. അതിനായിട്ട് 4 ഏജ് ജാസ്തി ആയതുണ്ട്, അത് ഓർമ്മയില്ല അബ്ബക്ക്. മോളെ കൊടുക്കുമ്പോഴത്തേക്കും ഏജ് ഭയങ്കര ബിസിയാ, മോണ്ട മങ്ങിലാക്കുമ്പോഴത്തേക്കും ഏജിന്റെ വിഷയമില്ല. ആ രൂപത്തിലാവരുത്. ആണിനും പെണ്ണിനും ആ സ്നേഹം എന്നുള്ളത് ഉമ്മയിൽ നിന്ന് കിട്ടണം, ഉപ്പയിൽ നിന്ന് കിട്ടണം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതുകൊണ്ട് മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. മക്കൾക്ക് ഹറാമുകളിലേക്ക് കാരണമാവരുത്. ചെറിയ മക്കളിൽ ഫോൺ കൊടുക്കരുത്. അവർ യൂട്യൂബിന്, മൊബൈലിന്, സോഷ്യൽ മീഡിയകൾക്ക് അവർ അടിമകളാകുന്ന പോലെ അല്ലേ. 3ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്.
6 വയസ്സുള്ള മോന് മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒരുമിച്ചിരുന്ന് ഖുർആനോത്, ഒരുമിച്ച് നിസ്കരിപ്പിക്ക്, പൊന്നുമക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്. നമ്മുടെ മക്കൾക്ക് യൂസുഫ് നബിയുടെ ചരിത്രം അറിയില്ല, സുലൈമാൻ നബിയുടെ ചരിത്രം അറിയില്ല, മൂസാ നബിയുടെ ചരിത്രം അറിയില്ല, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ ചരിത്രം അറിയില്ല. ഉമ്മ പറഞ്ഞു കൊടുക്ക്, ഉപ്പ പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ചരിത്ര സംബന്ധമായ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഈ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് അല്ലാഹുവിന്റെ വഴിയിലുള്ള ദീനാണ്, ഇൽമാണ്. മറ്റൊന്ന് മഹബ്ബത്തെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ നബി തങ്ങളൊട്ടുള്ള പിർസ, ആ പിർസ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പ്രശ്നമില്ല. പിന്നെ മക്കള് വഴിതെറ്റൂല. മക്കള് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ, അല്ലെ, മക്കളെ ഖൽബിലേക്ക് മുത്ത് റസൂലുള്ള കടന്നു പോയാൽ പിന്നെ ആർക്കും പഴപ്പിക്കാൻ കഴിയൂല. സ്വലാത്തിലൂടെ രക്ഷക്കുള്ള വഴിയാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്ത് നല്ലോണം ചെല്ലാം. കൗണ്ടർ മാത്രം കയ്യിൽ പിടിച്ചങ്ങ് വയ്യാവല്ലേ, അല്ലേ? ഓടിയോണ്ട് പോണ്ട് വേറെ പോണ്ട പെൺമക്ക ആൺമക്ക തസ്ബീ കൗണ്ടർ അതെന്തും ഉള്ളത് കൊണ്ടായില്ല. ഖൽബിലേക്ക് കടക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ മക്കൾ ചൊല്ലണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കണ്ട, ഈ മുത്താലിം മക്കളെല്ലാം മുണ്ടാസ് കെട്ടിയിട്ട് നല്ല മനോഹരമായ ഡ്രസ് ഇട്ടിട്ട് ആ മുത്താലിം മക്കൾക്ക് അവരുടെ ഉമ്മാക്ക് ഉപ്പാക്ക് ഒരു ആസ, എന്റെ മോണ് പഠിച്ചിട്ടൊരു ആലിമാവണു. അതൊരു വലിയ ബറക്കത്താണ്. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഡോക്ടർ ഷെയ്ഖ് ബാവാജിയോട് ചോദിച്ചു, എത്ര മുത്താലിം മക്കളുണ്ട്, ഫുഡ് എങ്ങനെ? എല്ലാം അൽഹംദുലില്ലാ ഇവിടെ ഉത്തല്ല കൊടുത്തോണ്ടുള്ള ഭാര്യ നല്ല സഹക്കാർ, അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഈ മുത്താലിം മക്കൾ നാടിന്റെ ബറക്കത്താണ്, നാടിന്റെ അഭിമാനമാണ്, നാടിന്റെ സന്തോഷമാണ്, ഖബറാളികൾക്ക് ആശ്വാസമാണ്. ഓരോ വീട്ടിലേക്കും ബറക്കത്താണ് മുത്താലിം, അല്ലേ? നമ്മളെ മക്കളെ പോലെ കാണണം മുത്താലിം. ചിലല്ല അങ്ങനെ ഉണ്ട്. എന്തൊരു ബാവ മുത്താലിം മക്ക തൂക്കുര വറക്ക് തൂക്കുര സുബൈക്ക് ജാഗു പോണെന്ന് കണ്ട് ഓതിയിട്ട് കിടന്ന് ഏതെങ്കിലും ഒരു മുത്താലിമു സുബൈക്ക് വറക്ക് തൂക്കി ഇതാവല്ല വറക്ക് തൂക്കുരൻ. അങ്ങനെ ഓന്റെ മക്കമാ തൂക്കുരല്ല ഒല്ലി ഫലിച്ചിട്ട് കടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട്. DBC ഇല്ല തപ്പിയിട്ടതല്ല. അങ്ങനെല്ല ഫിത്തിനാക്കുന്നവർ ഞമ്മാവോ തീര. ഫിത്തിന മുത്താലിം മക്കളെ ആക്കോ തീര, കമ്മിറ്റിക്ക് ആക്ക തീര, റായത്തങ്ങളെ ആക്കോ തീര. ആരെ ഫിത്തനാക്കാൻ പാടില്ല. മുത്താലിമീങ്ങൾ വലിയ ബറക്കത്താണ്, വലിയ കാവലാണ്. അല്ലാഹു തആല ദർസ് ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കട്ടെ. ദർസിന്റെ മുത്താലിം മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നവർ അവർക്ക് റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് മുത്താലിമീങ്ങൾ ഉണ്ടാകാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെയാണ്, വലിയ ബറക്കത്താണ്. മക്കള് ദീന പഠിക്കൽ ബറക്കത്താണ്, കാവലാണ്. ഒന്ന് മയ്യത്ത് മരിച്ചാൽ, അല്ലെ, ഉപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന മോൻ, അല്ലേ, നമുക്കൊരാശയില്ലേ? മറിച്ച അബ്ബരെ മയ്യത്ത് നിസ്കരിക്കര പോലത്തെ ഒരു മോണും മരിച്ച ഉമ്മരെ മയ്യത്ത് കുളിപ്പാട്ട പോലത്തെ ഒരു മോളും. അത് നമ്മുടെ ആശയാണ്, ആഗ്രഹമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. മയ്യത്ത് ഇതിനിടയിൽ ഗൾഫിടെ വന്ന ഒരു മോണു മയ്യത്ത് നിസ്കാരത്ത് കൈകെട്ടിയിട്ട് ഇന്ന പള്ളിയിൽ കൈകെട്ടിട്ട് 4 5 6 അല്ലാഹു നിപ്പട്ട വിഷയമേല്ലോ പെറോത്താര ബൊബ്ബിട്ട് നിപ്പട്ടിയാൽ ഉണക്ക് എക്കറ 7 ആയിട്ടില്ലല്ലേ? 7 ഉണ് പെരുന്നാൾ കണ്ട ಬಂದ ഓർമ്മയുണ്ടോ? 7 വട്ടം അല്ലാഹു അക്ബർ ആക്കിയത് 7 ആയിട്ടില്ല. എന്ത് ഗടിപിടി ആരാവും പറയുന്നത്? പിന്നെ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ഗൊന്തുള്ള വിഷയം ഉസ്താദ് മോണുണ്ട് നിസ്കരിക്കുക, മോണുണ്ട് മുഞ്ഞാണ്ടൊരു പക്കത്ത് മോണുണ്ട്. ഇതാ കേട്ട ഗൊന്തുണ്ട ദിക്കർ ഗൊന്തുണ്ട ഔറത്ത് മറിച്ച് 2 കേട്ട പിന്നെ വല്ല വേറെ അറിയാം. എങ്ങനെ ഈ അവസ്ഥയാണ്? ഗൊന്തുട്ടിലെ എന്ത് അങ്ങനത്തെ വിഷയൊന്നുമില്ല. മോണ് നിസ്കരിക്കരമേ ഉസ്താദിക്കറോടെ മോണുള്ളാണ്. മോണ്ടിട്ടൊന്ന് ദ്വാരപ്പാട്ടി നോക്ക. മൂന്നാമത്തെ അല്ലാഹു അക്ബർ ആക്കിട്ട് എന്ത് ചൊല്ലണു? സുദ്ധിയില്ല. ഒത്തരമെല്ലാം വിളിച്ച് കേട്ട ഗൊന്തുണ്ട് എന്തരെ 4 തക്ബീരിട്ടിട്ട് സലാമിട്ടെ കൈത്തല്ല ഉസ്താദ് ഒക്കു ബിസി അതെല്ലാം ഒക്കു അതിരേട്ടേല് ഓതോണ അങ്ങനത്തെ വിഷയൊന്നുമില്ല. ഇങ്ങനത്തെ ആവരുത്. നല്ല സാലിഹീങ്ങളായ മക്ക. പിന്നെ ഒരാൾ ചൊന്നത് കേട്ടേ മയ്യത്തല്ല നിസ്കരിച്ചിട്ട് ചങ്ങായിമാരോട്ടോണ് കേക്കറവള എങ്ങനായിരുന്നു എന്റെ മയ്യത്ത് നിസ്കാറാന്ന്. ആരാ അബ്ബടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് മോണ് കേക്കറെ എങ്ങനായിടും? ഇതെന്താ ഫുഡ് തിന്നിട്ട് നല്ല ഹോട്ടലിലോട് സപ്ലയർ എങ്ങനായിട്ടുണ്ട് കേട്ട പോലത്തെ വിഷയം. മയ്യത്ത് നിസ്കരിച്ചിട്ട് എങ്ങനായിടും? ഈ രൂപത്തിലാകാൻ പാടുള്ളതല്ല.
സാലിഹീങ്ങളായ മക്കളെ വളർത്തണം. ഉമ്മാക്ക് ദ്വാരക്കുന്ന മക്കൾ, ഉപ്പാക്ക് ദ്വാരക്കുന്ന മക്കൾ, അങ്ങനെയുള്ള മക്കളെ വളർത്തിയെടുക്കേണ്ടതാണ്. സാലിഹീങ്ങളാകണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അല്ലാഹ് ആണായിട്ട് വലിയ പ്രയോജനമില്ല, പെണ്ണായത് കൊണ്ട് നഷ്ടമില്ല. പെണ്ണാവലാണ് ഏറ്റവും വലിയ ബറക്കത്ത്. പെണ്ണിന്റെ സന്തോഷം ആൺമക്കളെ കൊണ്ട് കിട്ടുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു പെൺമക്കളെ ഗിഫ്റ്റ് കൊടുക്കുന്നു. ആദ്യം അല്ലാഹു പറഞ്ഞത് പെണ്ണാണ്. പെണ്ണ് ബറക്കത്താണ്. പെൺമക്കള് സമാധാനമാണ്. പെൺമക്കള് സന്തോഷമാണ്. പെൺമക്കൾ ഐശ്വര്യമാണ്. അതൊക്കെയാണ് ജാഗ്രതയോടെ പോറ്റി വളർത്തിയാൽ. അല്ലെങ്കിൽ ഈ പെൺമക്ക മുസീബത്തായിട്ട് മാറും. ഈ മേക്കപ്പിന് വേണ്ടി, ഈ ഡ്രസ്സിന് വേണ്ടി, ഈ ഫോണിന് വേണ്ടി, ഈ കോഴ്സുകൾക്ക് വേണ്ടി, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉമ്മാന്റെ ഇസ്സത്ത് കെടുത്താൻ, ഉപ്പയുടെ ഇസ്സത്ത് കെടുത്താൻ, നാണം കെടുത്തിക്കളയാൻ ഈ രൂപത്തിലായിട്ട് മുസ്ലിം ആയെങ്കെന്തേ, ഹിന്ദു ആയെങ്കെന്തേ, ക്രിസ്ത്യാനി ആയെങ്കെന്തേ, നിരീശ്വരവാദിയായെങ്കെന്തേ ആണല്ലേ എന്നൊരു ചിന്തയിലേക്ക്, എന്നൊരു ഓർമ്മയിലേക്ക്, എന്നൊരു നീയത്തിലേക്ക് ഈ സമുദായത്തിന്റെ പെൺമക്കള് വഴിതെറ്റുമ്പോ ഉമ്മ ഉസ്താദിന്റെ വയലാ മക്കള് കേൾക്കണമെന്നില്ല. ഖുർആൻ ക്ലാസ് അവർ കേൾക്കണമെന്നില്ല. ഉമ്മ നീ ഉസ്താദാകണം, ഉപ്പാ നീ ഉസ്താദാകണം. നിന്റെ മക്കൾ വഴിതെറ്റിപ്പോയാൽ നിനക്ക് നാളെ നരകമാണ്. നിനക്ക് ദ്വാരക്കാൻ, നിനക്ക് ഖുർആൻ ഓതാൻ, നിനക്ക് സദഖ ചെയ്യാൻ ആരുണ്ട്? അതുകൊണ്ട് മക്കളെ സാലിഹീങ്ങളാക്കി വളർത്തിയെടുക്കണം. അല്ലാ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. അതിന് ദ്വാരക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദ്വാരക്കണം. എന്നാൽ ഭാര്യ നല്ലാകുന്നു, ഭർത്താവ് നന്നാകുന്നു, മക്കള് സാലിഹീങ്ങളാകുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കൺകുളിർമയാകൽ എങ്ങനെയാണെന്നറിയോ? നീ സുബഹിക്ക് 3:30 എണിച്ചിട്ട് നോക്കുമ്പോ നിന്റെ മക്ക തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആരക്കര പോലത്തെ പരിസ്ഥിതി. നീ സുബഹിക്ക് മുന്നൽ എണിച്ചു നോക്കുമ്പോ നിന്റെ പെഞ്ഞായി നിസ്കരിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുള്ള ആള്. ഉമ്മ നീ എണീക്കുമ്പോ നിന്റെ ഭർത്താവ് എണിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട്. ഇത് കണ്ണുകൊണ്ട് ദുനിയാവിൽ കാണലാണ്. ദുനിയാവിൽ മക്കളെ കൊണ്ടുള്ള സന്തോഷം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാ 2 ഗಂಟೆ എണിച്ചു നോക്കിയെങ്കും മോണ് ഉറങ്ങിയിട്ടില്ല, ഓൺലൈനിലേ ഉള്ള അല്ലേ, മോള് ഉറങ്ങിയിട്ടില്ലേ, ഓൺലൈനിലുണ്ടോ കേൾക്കുമ്പോ പ്രൊജക്ട് ഉണ്ടോ, അജക്ട് ഉണ്ടോ, ഇജക്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായ കാരണം അല്ലേ. ഒരു ഉസ്താദിരട്ട് പോയിട്ട് എന്ത് യാറ കൊറട്ടിയാങ്ങ് പിന്നെ ലാസ്റ്റ് ഉസ്താദുമാരട്ട് പോകണ്ടല്ല, ഫസ്റ്റ് പോകണില്ലേ, ബാണിയാക്കിയിട്ട് പൊട്ടിയിട്ട് പാളീസായാൽ പിന്നെ ഉസ്താദ് ഒരു പോണാക്കൊറത്തെ പിടിച്ച പോയൊരു ഉസ്താദ് എന്താക്കിയെങ്കിലും തണ്ടല്ലാണ്ട് തണ്ടിലാണ്ട് ചൊല്ലുമില്ല, തണ്ടുമില്ല. നിങ്ങൾ സ്വലാത്തുക്ക് ദ്വാർക്കണം 100 പോണം 100 രൂപ എപ്പ ഹൈക്കുന്ന ഒരു തിങ്കള മുന്നോട്ട് കളക്ഷനായിരുന്നു. ഇവിടെ സഹായിക്കണു അടിക്ക് തലയിട്ടോണ് മേല് തല എത്തിയിട്ടേ ഇല്ല. ഫോണാലാക്ക് അക്കൗണ്ടിൽ എന്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഫോൺ ടിക്കറ പിന്നെ ഇങ്ങനെ കൊടുക്കാത്തത്. ഫോണാലാക്ക് വേണ്ടത് അതൊരു ഫോണാൽ 1000 ഐക്കട്ടെ കൊടുത്താണ് ഇല്ല, അത് പോണ്ടേ, അത് പോവണേ. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. ഏതോ ആകട്ടെ ഉസ്താദിട്ട് പഠിച്ചെന്നാൽ ഉസ്താദ് നന്റെ മോല് ഖുർആനിയുടെ ഉപദ്രവം. മോല് ഖുർആനിന്റെ ഉപദ്രവം എന്ത് വിഷയ എന്നില്ല ഉസ്താദ് പോൽമൺ ആക്കിയതിരല്ല ജാ വർക്കിൽ മുണ്ട് വർക്കിൽ എന്തിനാക്കട്ടെ. അയാൾ ഗൾഫിലുണ്ട്, മങ്ങിലാക്കി കൊടുക്കണ്ടേ. ഇപ്പൊ ഇങ്ങനെല്ലാം മുണ്ടിങ്ങനെ മങ്ങിലായോ. ഈ ഉമ്മമാർ എല്ലാം ബേജാറ് ഇതേ, നന്റെ മോള് പോയവിടെ എന്തിരാവിടെ മാൻ, നന്റെ മോളിಗೆ അങ്ങനത്തെ മാമി കിട്ടമാൻ, നന്റെ മോളില് ഇതേ ടെൻഷൻ. ഉമ്മ എല്ലാരും ഉമ്മാർക്കും അതേ ടെൻഷൻ. അള്ളാഹു മക്കൾക്കൊക്കെ ഹൈർ നൽകട്ടെ. ഏതോ ആകട്ടെ റുവാന്റെ ഉപദ്രം എന്തിനോ ഉപദ്രം ജാ വർക്കിൽ മുണ്ടത് വലിയ വിഷയം എന്തല്ല. വർക്കിൽ ഓരോരുത്തർ എന്തെല്ലാം മുണ്ടുന്നു ഗലാട്ടാക്കുന്നു. ഓരോരുത്തർ പെഞ്ഞായിട്ട് അറസ്റ്റ് വർക്കിൽ ഗലാട്ടാക്കിട്ട് അടിക്കുന്ന ആളെല്ലോട് ചൊട്ടിട്ടായിരുന്നു ഒക്കെ കൊന്തായിട്ടില്ല. പിന്നെ പോൾമൺ അടിച്ചങ്ങൾ വെക്കാല വർക്കിലായെങ്കിൽ സമാക്കാം. റുവാന്റെ ഉപദ്രം എന്ത് റുവാന്റെ ഉപദ്ര വർക്കിൽ മുണ്ട് അങ്ങനെ ഉസ്താദ് ഇസ്മു അതെല്ലാം കൊടുത്തു. ഒരു വാർത്ത ബാ നീ ഉറുക്കെല്ലാം തണ്ട് ഇതെല്ലാം കൊടു. പിന്നെല്ലാം ചൊന്നിട്ട് ഉസ്താദ് ചൊന്നല്ല ഒന്ന് ചെറുപ്പല്ല മാച്ചിലെടുത്തിട്ട് 3 വട്ടം ഔത് ചൊന്നിട്ട് ഒരു റടി അടിക്കണോ വർക്കിൽ മുണ്ടുമ്പോ. പിന്നെ നോക്ക എന്താ യാർ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾ സമാധാനത്തിന് അയാൾ 500 എടുത്തിട്ട് അയാൾ വിട്ടു. എന്താ അയാൾ അല്ലേ ഉപദ്രം ഉണ്ടെങ്കിലെങ്കും.
പിന്നെ ഒരു വാരം വിട്ടിട്ട് പെണ്ണിങ്ങ വന്നപ്പോ കേട്ടി എങ്ങനെ ഉണ്ടു ശരിയായിട്ട് അതെ ഉപദ്രവില്ല ഉസ്താദ് ഓക്കെ എന്ത് ഉപദ്ര നോക്കുമ്പോ ഇതെന്തിന്റെ ഉപദ്ര റുവാന്റെ ഉപദ്രല്ല ഇത് ഓളൊട്ടുക ಮೊಬೈಲ್ ಇನ್ನದು ಉಮ್ಮ ಬಂತಿಲ್ಲ ಇದು ಬೇರಾಲೊಟ್ಟಿಗೆ ಮೊಬೈಲ್ ಎಲ್ಲ ಚೊಲ್ಟೆ ಎಲ್ಲ ವಿಷಯ ಎಂದ್ರಾಯ್ಡು ಎಂದೆಲ್ಲ ತಿಂಡ್ರಾಲ್ ಎವಡೆಗೆಲ್ಲ ಪೋಯ್ರಾಲ್ അപ്പൊ ഉമ്മ വന്നിട്ട് ഉസ്താദ് അത് റുവാന്റെ ഉപദ്ര അല്ല ഉസ്താദ് അത് ഇൻസാന്റെ മേ ഉപദ്ര ഏത് ಬೇರಾಲೊಟ್ಟಿಗೆ ഫോണിൽ ഈ ഒരു പരിസ്ഥിതി ഉമ്മക്കിതര വിഷയ ಗೊಂತಿക്കില്ല അബ്ബ ಗೊಂತಿക്കില്ല ഏതൊരു പരിസ്ഥിതിയിൽ ഞങ്ങളെ മക്കളുള്ള ആൺമക്ക പെൺമക്ക ഏത് ലെവലിൽ അങ്ങ് ജീവിച്ചോണ്ടുള്ള വിഷയ ഉമ്മകും അബ്ബകും ഒന്നാവാത്തൊരു പരിസ്ഥിതി ബന്ധെങ്കും നാളെ മഹ്ശറ വൻസഭയിലേക്ക് എത്തുമ്പോ ഈ മക്കളെ പറ്റിയിട്ട് അള്ളാഹു ചോദ്യം ചെയ്യുമ്പോ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ സാലിഹീങ്ങളാക്കണം അല്ലാ അത് ഫിത്നയാണ് വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന ഈ ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കൾക്ക് നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം മക്കളെ സ്നേഹിക്കണം മക്കളെ നല്ല കാരിങ് ഉണ്ടാകണം മക്കളെ നല്ല ജാഗ്രതയുണ്ടാകണം എല്ലാ വശങ്ങളും മക്കളുടേതറിയണം ഫർളുകൾ വീട്ടുന്നവരാകണം എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ രണ്ടാമത്തേത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതമാണ് കല്യാണത്തിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് നിക്കാഹിലൂടെയാണ് അന്നിക്കാഹു മിൻ സുന്നത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് നിക്കാഹ് കല്യാണം കഴിയുക നിക്കാഹ് കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇന്ന് അവസ്ഥ എന്താണ് ഞങ്ങളുടെ സമുദായത്തെ മങ്ങിലത്തെ അവസ്ഥ ഏതെല്ലാം രൂപത്തിലാണ് അതൊന്നും പറയാൻ നിൽക്കുന്നില്ല ഇത്തഖിൽ മഹാരിം തകുന്ന അബദന്നാസ് ഹറാമുകളിൽ നിന്ന് എല്ലാം വിട്ടുനിൽക്കണം മംഗലത്തിൽ നമ്മുടെ വീട്ടിലെ കല്യാണം അത് പാവപ്പെട്ടവന്റേതാണെങ്കിലും പണക്കാരൻ്റെതാണെങ്കിലും ഈ കല്യാണത്തിൽ ഹറാമുകൾ കൂടിക്കലർന്നാൽ മക്കൾ സ്വാലിഹീങ്ങളാവൂല മക്കൾ ഉപകാരപ്പെടൂല കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂല ഹറാമുകളില്ലാത്ത കല്യാണം ഒരു വാരമൊന്നും സ്റ്റാർട്ടാവിടെ മങ്ങില കളറ് വ്യത്യസ്ത അല്ലെ ഫ്രണ്ട്സിന് വേറെ ഓരോന്നിന്റെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരാഴ്ച 10 ദിവസം 15 ദിവസം മംഗലം ഇൻവിറ്റേഷൻ കാർഡ് പോലും അതേ കളർ അല്ലെ ബ്യൂട്ടിഫുൾ ഇതൊക്കെ കണ്ടിട്ട് ഒരു മാഷാ അല്ലാ അല്ലെ ഇത് കണ്ടിട്ട് മാഷാ അല്ലാ എന്നല്ല പറയേണ്ടത് നഊദു ബില്ലാഹ് ഇന്നാ ലില്ലാഹ് എന്തൊരു മുസീബത്താണ് എന്തൊക്കെയാണ് ഇതെല്ലാം പരസ്യമാക്കിയിട്ട് പരസ്യമായി ചെയ്യുന്ന തെറ്റ് രഹസ്യമായ 100 തെറ്റിനെക്കാട്ടിയും വലുതാണ് സീക്രറ്റായ 100 തപ്പുര കാട്ടി റബ്ബുരൊട്ടുകു ശിക്ഷയുള്ള വിഷയ പരസ്യമായ ഒരു തെറ്റാണ് അല്ലാഹു തആല ലാ യുഹിബ്ബുല്ലാഹുൽ ഫുഷ് അല്ലാഹു ഫുഷിനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹുക്ക് അത് ഇഷ്ടമല്ല അല്ലാഹുവിനത് ഇഷ്ടമല്ല ഈ മോശങ്ങളായ അവസ്ഥകൾ ഉമ്മ ഉപ്പ ഒന്ന് തീർമാനിക്കണം നണ്ടൗത്ത് നണ്ടമോന്റെ നണ്ടമോളെ മങ്ങില അല്ലാഹും അവന്റെ റസൂലും പൊരുത്തപ്പെടാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല ഏതുമാകട്ടെ 4 കാര്യം വിജയമാണ് അതിൽ ഒന്നാമത്തത് സ്വാലിഹത്തായ ഭാര്യയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മറ്റൊരു ഹദീസിൽ കാണാം വസൗജുൻ സ്വാലിഹ് അല്ലേ നല്ല ഭർത്താവും നല്ല ഭാര്യ സ്വാലിഹായ ഭാര്യ സ്വാലിഹത്തായ ഭാര്യ സ്വാലിഹായ ഭർത്താവ് ഇത് കിട്ടുക കല്യാണം കഴിക്കുമ്പോ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടണമെന്നാണ് ദീന് നോക്കണം ആണും പെണ്ണും നോക്കേണ്ടത് ദീനാണ് കളറല്ല മോഡലല്ല സമ്പത്തല്ല സ്വത്തല്ല അല്ലേ ഇപ്പൊ വരദക്ഷിണ എന്തില്ല പിന്നെ ഇപ്പൊ ബ്രോക്കർ റേറ്റ് നമുക്ക് കേൾക്കറേ മൂത്തോലുക്ക് എത്ര ഇട്ട ആള് മൂത്തോലുകോ എത്ര ഇട്ടു അയാൾക്ക് എന്തൊരു ആസ്തി ഉണ്ടോ അപ്പമേ കണക്കൂട്ടിട്ടായിട്ട് മരിച്ചെങ്കിൽ അയാൾ കണ്ണും പോയെങ്കിൽ നമുക്ക് ഇത്ര കിട്ടു ഓതി കേക്കറില്ല ഡിമാൻഡില്ല ഡിമാൻഡ് വെച്ച കാലത്ത് ചില്ലറ ഞാൻ കൊടുത്തു ഇന്നാറ് അതിരാട്ടി വലിയ മുസീബത്തിപ്പ പിന്നെ അല്ലേ ചന്ത ഇല്ലാണ്ട് കണ്ടെങ്കിൽ എന്തിനെങ്കും വേണ്ട ഈ ഒരു അവസ്ഥ പാടില്ല സ്വാലിഹത്തായ ഒരു പെണ്ണ് സ്വാലിഹായ ഒരു ഭർത്താവ് ആ നീയത്തിലാണ് തേടേണ്ടത് ഇതങ്ങനല്ല ബസ് സ്റ്റാൻഡിൽ നിന്റെ അവിടെ ഇതമൊളിഞ്ഞവ നിന്റെ അപ്പയുടെ പേരെന്തിനാ നിന്റെ അപ്പയുടെ ഒരു നമ്പർ ഇതാ അദ്ദേഹം പിന്നെയും തൊന്തറില്ല പിന്നെ കോളേജിൽ കണ്ടവർ റോട്ടിൽ കണ്ടവർ ഹോസ്പിറ്റലിൽ കണ്ടവർ ഒരു വക്കത്ത് ഹോസ്പിറ്റലിൽ നോക്കി ഒരു പെണ്ണിടെ മങ്ങിലായിട്ട് പിന്നെ നോക്കുമ്പോ ടോയ്ലറ്റ് പോയിട്ട് ചിലുക്കിട്ടെങ്കിൽ ഭർത്തേ പണിലേ ഉള്ളു
ലാസ്റ്റ് മക്കളെ ഇതാ ബൊബിട്ടെങ്കിൽ പോ പിടിച്ചു പോകുന്നു നീ കൊറല ആ നല്ല മക്കൾ ഹോസ്പിറ്റലിൽ പോയി ബർമ്മത്തൊരു ചന്തത്തെ പെണ്ണിട നോക്കിയിട്ട് ഗുർത്തായിട്ട് ആ ഉണ്ടായിട്ട് മങ്ങിലായിട്ട് ഒരു ബാത്റൂം ഒരു ബണ്ടമേ ഇല്ല 2 നാൾ വിട്ടു നോക്കുമ്പോ ലാസ്റ്റ് ഉത്തരങ്ങൾക്കെല്ലാം ഫോൺ ആക്കിയിട്ടാകുമ്പോൾ ചെന്നാറ് ഒരു ടാബ്ലെറ്റ് ഉണ്ട് അത് മാത്രം അവിടെ ഞങ്ങൾ തറകും വിട്ടു ഒരു ടാബ്ലെറ്റ് പെർമനന്റ് അപ്പൊ അങ്ങ് കേട്ടാറ് നിങ്ങൾ ചൊല്ലണ്ടേ ഫസ്റ്റ് ടാബ്ലെറ്റ് ഉണ്ടല്ല ചൊല്ലണ്ടേ അങ്ങ് കേട്ടാറ് നിങ്ങൾ ഫസ്റ്റ് കേൾക്കണ്ടേ ഹോസ്പിറ്റലിൽ എന്തിനൊക്കെ വന്നിരുണ്ട് ഇത് പൊലുക്ക് മറന്നാക്കുകയെ വന്നിരുന്നു ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടെ ഞങ്ങൾ ചൊന്നിട്ടില്ലേ വേണ്ട വേണ്ടാണ്ട് നിങ്ങൾ മേലെ ഒത്തയാക്കി ഇങ്ങനത്തെ പരിസ്ഥിതി എന്തെന്നില്ല ഏതൊന്നില്ല ഒട്രാസി ചന്ത കണ്ടെങ്കിൽ എന്തു ആവുന്നുള്ള അർത്ഥം പാടില്ല സ്വാലിഹത്തായ പെണ്ണ് സ്വാലിഹായ ഭർത്താവ് ദീനുള്ളവരെ കൊണ്ട് നീ വിജയിച്ചോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുണ്ടാകണം ഭാര്യക്കും ഭർത്താവിനും ആ ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല ദീനുള്ളവരെ നോക്കി തെരഞ്ഞെടുക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുണ്ടാകണം മംഗലത്തിന്റെ അന്നും നിസ്കാരം ഖലാക്കുന്നവർ ഒരുത്ത പെണ്ണോട് നിസ്കാരം ഖലാക്കണ്ടാണ് കേട്ടപ്പോ എഴുതിട്ട് ക്വസ്റ്റ്യൻ വന്ന് അപ്പൊ ഒന്നാക്കി മേക്കപ്പ് ഉള്ള ഫോണിലേന്ന് ഞാൻ കേട്ട മേക്കപ്പ് ഇട്ടുകാർ ചൊന്നരുത് ഇവരെന്താക്കുന്ന ഒന്നാക്കി മേക്കപ്പ് പോവാതിരിക്കുന്ന ഇനി മേക്കപ്പ് ഒന്നാക്കി മേക്കപ്പ് പോന്ന ഇപ്പത്തെ മേക്കപ്പ് പൈൻറ്റ് അടിച്ച പോലെ ഒരു വാറ 14 ഇരിക്കുന്നു 14 കഴിഞ്ഞ് നോക്കുമ്പോ കറുത്തിരിക്കുന്നു ഇപ്പൊ ഈ ആളെയല്ല എല്ലാം ചേഞ്ച് ഈ രൂപത്തിലുള്ളതാണ് കോലം മറിക്കലിൽ അത് പെട്ടുപോകുമോ ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹുവിന് കോലം മറിക്കുന്നവരെ ഇഷ്ടമല്ല ഈ മേക്കപ്പുകൾ ഒരുപക്ഷെ കോലം മറിക്കുന്നതിലേക്ക് പോലും എത്തിപ്പെടാൻ അവസരം വന്ന അങ്ങനെ കോലം മറിക്കപ്പെട്ടവർ നാളെ മഹ്ശറയിൽ കോലം മറിക്കപ്പെടുമോ അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവ് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് തുടങ്ങിയാൽ അല്ലെ എന്തെല്ലാം പ്രോമിസ് ഉണ്ടായി എന്തെല്ലാം സത്യേറ്റ അവിടെയൊക്കെ വിളിച്ചു പോകുന്നുണ്ട് ഇവിടെയൊക്കെ വിളിച്ചു പോകുന്നുണ്ട് കർലെ മുത്തേ തേനെ ഫാലെ എല്ലാം വിളിച്ചിട്ട് അല്ലെ എല്ലാം ഫസ്റ്റ് മാത്രം മങ്ങലായിട്ട് നോക്കുമ്പോ എന്തില്ല പിന്നെ പാല് തരുന്ന ജീവനത്തിന്റെ പേര് വിളിക്കുന്നത് കണ്ടോ അല്ലെ അങ്ങനത്തെ എല്ലാം വിടക്ക് ചീത്ത വിളിക്കുന്ന അങ്ങനെ ആവരുത് ദീനുള്ള